ഹാഡ് ബെറ്റർ പലർക്കും കൺഫ്യൂഷൻ തരുന്ന ഒരു ഗ്രാമപ്രയോഗമാണ് ഹാഡ് ബെറ്റർ എന്നുള്ളത്. നമുക്കറിയാം ഹാഡ് ബെറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ കൊടുക്കുന്നത്. ഇനി ഈ ഹാഡ് ബെറ്റർ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് എപ്പോഴും ഒരു കോൺവെർസേഷൻ തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്ന ആ ഒരു പോർഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഹാഡ് ബെറ്റർ വരുന്നത്. നോക്കാം, ഹാഡ് ബെറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട വെർബിന്റെ ഫോം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? V1 ഫോം ആയിരിക്കണം. ഓക്കെ, സോ ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ ING പാടില്ല, ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ പിന്നെ ടു ചേർക്കാൻ പാടില്ല, ഓൺലി V1 ഫോം ഓഫ് വെർബ്. ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. വേഗം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ന്യൂ ഫോൺ. അവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ബ്രാക്കറ്റിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? ബൈയിങ്, ടു ബൈ, ബോട്ട്, ബൈ. ഇതിൽ ഏതാണോ കറക്റ്റ് ആയിട്ടുള്ള V1 ഫോം അതാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് യു ഹാഡ് ബെറ്റർ ബൈ എ ന്യൂ ഫോൺ. ഒരിക്കലും നമ്മൾ യു ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ടു ചേർക്കരുത്. യു ഹാഡ് ബെറ്റർ ടു ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല. യു ഹാഡ് ബെറ്റർ ബൈ എ ന്യൂ ഫോൺ. ഓക്കെ, സോ വൺസ് അഗെയിൻ ചിന്തിക്കുക, ഓർമ്മയിൽ വെക്കുക. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് V1 ഫോം ആയിരിക്കണം. ഓക്കെ.